ലൈറ്റ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ റോഡിന് വീതി കൂടുമായിരിക്കും. ലൈറ്റ് അടിച്ച് കാണിച്ചാൽ റോഡിന് വീതി കൂടുമായിരിക്കും. അല്ല എന്നാണ് അവൻ വിചാരിക്കണത്. ഇപ്പോഴാണ് നമ്മൾ പോയത്. അവരൊക്കെ എന്ത് പോക്കറ്റാണ് കാണിക്കണത്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്ത് പറയണം. എല്ലാവർക്കും ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. ഓക്കെ, എല്ലാവരും ജീവിക്കണം. ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ജീവിച്ചിരിക്കുക. ബേസിക്കലി ജീവിച്ചിരുന്നാൽ മതി. അതാണ് ഒരാളുടെ ബേസിക് നീഡ്. അതിന് പോരാട്ടം വന്നു കഴിഞ്ഞാൽ ആരായാലും തെറി പിടിക്കും, പലതും പറയും. ഇത് അല്ലല്ലേ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ വന്ന് ചെറിയണവന്മാരുണ്ട് തമിഴ്നാട്ടിൽ. അവന്മാരൊന്നും നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല. എനിക്ക് അനുഭവിച്ചിട്ടുണ്ടേ പണ്ട്. ഓ, നമ്മളൊന്നും പറയില്ല കേരളത്തിൽ, മനസ്സിലായോ? തമിഴ്നാട്ടിലെ നമ്മുടെ അടുത്തൊന്ന് ചൂടായിട്ടുണ്ടോ? അവിടെ പറയണം ഹോൺ അടിച്ചെന്തിനും. ഹോൺ അടിച്ചെന്തിനെന്ന് റോഡിൽ ഹോൺ അടിച്ചെന്തിനെന്നുള്ള ചോദ്യം എന്തിനും? പിന്നെ എവിടെ കൊണ്ടാണ് ഹോൺ അടിക്കേണ്ടത്? ആവശ്യം ഉണ്ടെങ്കിൽ അടിക്കുള്ളൂ, ചുമ്മാ അടിച്ചെന്നുണ്ട്. നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ റൈഡ് ആരംഭിക്കാൻ പോവുകയാണ്. ഇത്ര മണി 4:20 കേട്ടോ. മിക്കവാറും നമ്മൾ ലേറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നേരെ വിടാം കേട്ടോ. വല്ലതുകൊണ്ടേ പാഴ്സൽ മേടിക്കാം. നീ കഴിക്കാനൊക്കെ തന്നു കഴിഞ്ഞാൽ ശരിയല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇവിടെ വന്നു. സ്റ്റാർട്ട് ചെയ്ത നേരത്തെ ഒരു വീഡിയോ മീൻസ് ഇനി ഇൻട്രോ കൊടുത്തത് കുറേ മുമ്പായിരുന്നു. പിന്നെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ ഒരു ടൈമായി. സോ എന്താകുമെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നൈസ് സ്പോട്ടല്ലേ. അപ്പോൾ മാപ്പ് ഇടാം കേട്ടോ, വെറുതെ ഇട്ടേക്കാം. എനിക്കറിയാം കുറേയൊക്കെ, ബട്ട് ഈ ലൊക്കേഷനൊക്കെ ഞാൻ എപ്പോഴും പോകാറുണ്ട്. ഏത് ഈ സ്പോട്ടിലേക്കല്ല, ഈ റൂട്ടൊക്കെ സ്പോട്ടിൽ ഫസ്റ്റ് ടൈമാണ്. ഈ പോകുന്ന എല്ലാ സ്പോട്ടുകളും ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാം. അപ്പോഴാണ് എല്ലാത്തിനും സൗകര്യം വന്നത്. ഇപ്പോൾ പോകാനായിട്ടാണ് ഞാൻ എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. തിരിച്ചിട്ടൂർ ഹനുമാൻ ടെമ്പിൾ സിറ്റിയുടെ ആ ഒരു കാണിച്ചെന്നൊരു കാര്യമില്ല. അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് സുഖമാണ്. സിറ്റി ലൈഫ് എല്ലാവരും അനുഭവിക്കുന്നതാണല്ലോ, ബിസി സിറ്റി ലൈഫ്. അതിൽ നിന്നൊക്കെ മാറി വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു ഗ്രാമീണത. ഇതൊക്കെ പഴയ ഗ്രാമപ്രദേശങ്ങളാണ്. വീടുകളൊക്കെ വന്ന ഇതായിരുന്നു, പക്കാ ഗ്രാമപ്രദേശങ്ങൾ. യെസ്, പക്കാ ഗ്രാമപ്രദേശങ്ങളാണ് ഇതെല്ലാം. എണ്ണ അടിച്ചില്ല, എത്ര മതിയോ ഏകദേശം ഉണ്ട്. ചുമ്മാ അല്ല, പെട്രോൾ ഓഫ് ചെയ്തിരുന്നു. പങ്ങിയപ്പോഴേ തോന്നും. ഇതിൽ പെട്രോൾ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ ഓവർഫ്ലോ ഉണ്ട്. ഞാൻ എപ്പോഴും സെൻട്രൽ സ്റ്റാൻഡ് ഇടാറുള്ളൂ. പെട്രോൾ ഫ്ലോ ആവില്ല. ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പെട്രോൾ ഇരിക്കും. പഴയ സിസ്റ്റം, വിൻറ്റേജ് ടൈംസ്. ഇതാണ് നമ്മുടെ സീഡ്. പഴയതാണെങ്കിൽ എന്താ, പുള്ളി നല്ല ഇടിവെട്ടായിട്ടല്ല കിടക്കണം. അത് ഈ ഒഴിച്ച പോലെ കയറിപ്പോയത് കണ്ടായിരുന്നല്ലോ എൻ്റെ അമ്മയെ. സോ അതാണ് സീഡിയുടെ പരിപാടി. വാവ്, എന്നാ സ്ഥലമല്ലേ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. യമുനയിൽ പ്രിയയായിരുന്നെങ്കിൽ പഴമുകിലേ നിന്നെ തഴുകിയേനെ. അതെ, രസമുണ്ടാ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ യമുനയിൽ പ്രിയയായിരുന്നെങ്കിൽ പഴമുകിലേ നിന്നെ തഴുകിയേ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ യദുകുലം തളിർത്തതൻ മനസ്സിലെന്തോ ഞാനീശ്വരങ്ങളല്ലോ. പിന്നെ ഞാനെയും കൃഷ്ണ തുളസി. മയിൽപ്പീലി എന്ന് പറയുന്ന ആൽബമാണ് ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇത് വേറൊരു പാട്ടാണ്, അതും കിടുവാണ്. ഇതേപോലുള്ള നാട്ടിൻ പ്രദേശത്ത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു.
പിള്ളേർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൻ പ്രദേശത്തെ ഗ്രൗണ്ട്, ഒരു ക്ഷേത്രം, വേറൊരു പാട്ടായിരുന്നു. പക്ഷേ ഈ പാട്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. ആ പാട്ടും പൊളിപ്പാട്ടാണ്, ബട്ട് ഈ പാട്ടാണ് പൊളി. അത്ര കിടുവായിട്ടുള്ളൊരു പാട്ടാണ്. ഈ സ്പോട്ട് വരുന്നത് പഴകുറ്റിന്ന് വെമ്പായം പോകുന്ന റോഡിലേക്കാണ്, ആ വെഞ്ഞാറമൂട് റോഡിലേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 27 കിലോമീറ്റർ ആണ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകാനുള്ളത് എത്ര കിലോമീറ്റേഴ്സാണ്? 7.3 കിലോമീറ്റേഴ്സ് മാത്രം. ഞാൻ ഓൾമോസ്റ്റ് 15 കിലോമീറ്റർ സിറ്റി ട്രാവലിംഗാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ പഞ്ചായത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് ലേശം ഉള്ളോട്ട് കയറി എടുത്തുനിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നെടുമങ്ങാട് റോഡ് വർക്കൊക്കെ നടക്കുന്നുണ്ടിട്ട് റോഡ് ബ്ലോക്കാണ്. റോഡ് ഇതേപോലെ പല ബൈ റോഡായിട്ട് തിരിച്ച് ഈ റോഡാണ് ഇതിന്റെ മറ്റൊരു വഴി. സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ മെയിൻ റോഡ് പോകണം. മെയിൻ റോഡ് പണി നടക്കുന്നുണ്ട്, ബ്ലോക്കാണ്, പോകാൻ പറ്റില്ല. സോ അല്ലെങ്കിൽ നമുക്ക് പോകേണ്ടത് ഈ വഴി തന്നെ ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പോൾ പണി നടന്നാൽ ഈ വഴി ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട്. ഈ വഴി പെട്ടെന്ന് റോഡ് കയറാനായിട്ടുള്ള സ്പോട്ടുണ്ട്. സോ അതാണ് സീഡിയന്തോട് കയറുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഒരു നല്ലൊരു കയറ്റ റോഡാണ്. രാജവീതി രാജപാത റോഡ്, അങ്ങനെ എന്തോ ഈ റോഡിന്റെ പേര്. എൻ്റെ കോളേജ് കാലഘട്ടം എല്ലാം നെടുമങ്ങാടായിരുന്നു. നെടുമങ്ങാട് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇമോഷണലി നെസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാലഘട്ടം. സോ ഫ്രീക്കി. നമ്മുടെ ക്ലാസ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് വരും. ഞാനതൊരു ഒത്തൊരുമയില്ലാത്തൊരു ക്ലാസ് ആയിരുന്നു, ബട്ട് പൊളിയായിരുന്നു. ബോയ്സ് ഒക്കെ വേറെ സീനൊന്നുമില്ലായിരുന്നു. അല്ല, എനിക്കെങ്ങനെ തോന്നിയിട്ടുള്ളത്, ബോയ്സ് തമ്മിൽ കുഴപ്പമില്ല, വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ആവശ്യമുള്ള കാര്യങ്ങളോട് അനുബന്ധിച്ച് വരുമ്പോൾ എല്ലാവരും ഒരു കൈ ഒരു മനസ്സായിട്ടാണ് നമ്മൾ. സോ കുഴപ്പമില്ല, നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ കൂട്ടുകാരൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ്. സോ നെടുമങ്ങാടായിരുന്നു ജീവിതം. സ്റ്റേയും ഫെസ്റ്റും ടെക്നിക്കൽ ഫെസ്റ്റും ആർട്സ് ഫെസ്റ്റും എല്ലാം. സ്റ്റേയും 2 ദിവസം 3 ദിവസമൊക്കെ സ്റ്റേയും, ഇവിടെ കുപ്പിയെടുക്കാൻ പോകലും ഫുഡ് വാങ്ങാൻ പോകലും പൊളിയായിരുന്നു. എന്നാ ക്ലൈമറ്റ് സ്ഥലമാണെന്ന് അറിയുന്നത് വല്ലാത്തൊരു ഇരുപറ്റ സ്ഥലമാണ്. ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മുടിയുടെ ആ ഒരു ഭാഗങ്ങളിലുള്ള സ്ഥലമാണല്ലോ. നെടുമങ്ങാട് വഴിയാണ് പൊന്മുടിക്ക് പോകുന്നത്. അപ്പോൾ അവർ പൊന്മുടിയുടെ ആ ഒരു ക്ലൈമറ്റ് ടച്ച് നെടുമങ്ങാട് എപ്പോഴും ഉണ്ടാവും പൊതുവെ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് എപ്പോഴും ഭയങ്കര റൈനി ആയിട്ടുള്ള ഒരു സ്ഥലം, ഭയങ്കര മൺസൂൺ ക്ലാസിക് പ്ലേസ്. ഐ തിങ്ക് മൺസൂൺ മഴക്കാലം നെടുമങ്ങാട് ഫയറാണ്. നെടുമങ്ങാടത്തെ ആ ഒരു വൈബ് തന്നെയായിട്ട് കോളേജ് പഠിച്ച കാലഘട്ടത്തിൽ. കോളേജിൻ്റെ അകത്തിരുന്നിട്ട് ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട്. എന്ന കോളേജ്, എന്ന സൂപ്പർ കോളേജ്. റാമോജി ഫിലിം സിറ്റിയുടെ ഒരു മിനി സെറ്റപ്പ് ആയിട്ട് ആണെങ്കിൽ കോളേജിനെ പറയാം. ഇത് തുടങ്ങിയ ആദ്യത്തെ കുറേ കാലങ്ങളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു കോളേജാണ് നമ്മുടെ കോളേജ്. സോ ക്ലച്ചൊക്കെ കട്ടക്കിരുന്നു. ക്ലച്ചിനെ ഒന്ന് പിടിക്കടാ എന്നുള്ള രീതിയിൽ ക്ലച്ചിരുന്നു. ഇന്നെ ഒന്ന് പിടിക്കടാ എന്നുള്ള രീതി പിടിച്ച് വിട്ടിരിക്കുന്നു. അവന് സമാധാനം. എന്നെ അധികമാണ് നോക്കിയത് നിങ്ങൾ. അതാണ് ദിസ് ഈസ് നെടുമങ്ങാട്. ഇത് അല്ലല്ല, നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ വന്ന് ചെറിയണവന്മാരുണ്ട് തമിഴ്നാട്ടിൽ. അവന്മാരൊന്നും നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല. എനിക്ക് അനുഭവിച്ചിട്ടുണ്ടേ പണ്ട്. നമ്മളൊന്നും പറയില്ല കേരളത്തിൽ, മനസ്സിലായോ? തമിഴ്നാട്ടിലെ നമ്മുടെ അടുത്തൊന്ന് ചൂടായിട്ടുണ്ട്. അവിടെ പറയണം ഹോൺ അടിച്ചെന്തിനെന്ന് റോഡിൽ ഹോൺ അടിച്ചെന്തിനെന്നുള്ള ചോദ്യം എന്തിന്? പിന്നെ എവിടെ കൊണ്ടാണ് ഹോൺ അടിക്കേണ്ടത്? ആവശ്യമുണ്ടെങ്കിൽ അടിക്കുള്ളൂ, ചുമ്മാ അടിച്ചെന്നുണ്ടല്ലോ. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ നാട്ടിൻ പ്രദേശ റൂട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് കയറിയാലേ ഇങ്ങനെ അങ്ങ് പോവാം, മനസ്സിലായോ? ഇത് വാളിക്കോടാണ് നേരെ ചെന്ന് കയറണം. നമുക്കിവിടെയുള്ള എല്ലാ സ്ഥലവും അറിയാം. ഈ റൂട്ടൊന്നും അങ്ങനെ പേരുകൾ എനിക്കറിയാം, പക്ഷെ എപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. മെയിൻ റൂട്ടൊക്കെ നമുക്ക് ഫുൾ കാണാൻ പോകാം. നെടുമങ്ങാടായിരുന്നു 4 വർഷം, 4 years, ബ്യൂട്ടിഫുൾ എഞ്ചിനീയറിംഗ് 4 years. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് കൊണ്ട് വേറൊരു ഗുണം ജീവിതത്തിൽ ഉണ്ടാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി. പിന്നെ പഠിച്ചു ജയിച്ചു, ഗ്രാജുവേറ്റ് ആയി, ദാറ്റ്സ് ഓൾ. പേഴ്സണലി ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളല്ല. എൻ്റെ അച്ഛനൊരു ബിൽഡിംഗ് കോൺട്രാക്ടർ ആയതുകൊണ്ടാണ്. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് കിട്ടാത്തതുകൊണ്ട് ഇതിൽ കിട്ടി, അങ്ങനെ പോയി പഠിച്ചു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ആദ്യമായിട്ടൊന്നും നോക്കിയില്ലായിരുന്നു ആപ്ലിക്കേഷൻ ചെയ്യാൻ സമയത്ത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്ന് ഫോണൊന്നും അന്ന് ഇത്ര ഇതായിട്ടില്ലല്ലോ, ഇൻസ്റ്റാഗ്രാമോ ഒന്നും ആയിട്ടില്ല. നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഫേസ്ബുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഇന്ന് ഇത്രയും പരിപാടികൾ ഇതിലില്ല. നമുക്ക് ഇന്നൊരു കോഴ്സ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാനോ നമുക്കത് അറിയാനോ എന്നുള്ള ഒരു കാലഘട്ടം ആയിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് പെട്ടു ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പഠനം ചെയ്യാൻ പോയിരുന്നെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ പഠിക്കാൻ പോയത്. പേഴ്സണലി എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല. പിന്നെ ഞാൻ പഠിച്ചു ജയിച്ചു. എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ ഞാൻ മനഃപൂർവ്വം പഠിക്കാതെ എൻ്റെ ആണെന്ന് ഇഷ്ടംപോലെ സപ്ലൈയൊക്കെ മേടിച്ച് കോളേജ് ഇറങ്ങിയ സമയത്തേക്കും എല്ലാം എഴുതിയെടുത്ത് വീട്ടിൽ ഗ്രാജുവേറ്റ് ആയി. മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ എല്ലാം പാസ്സാകുമായിരുന്നു. ജസ്റ്റ് ഒരു 40 മാർക്ക് മതി, അതൊക്കെ കിട്ടാനുള്ള പരിപാടി നമ്മുടെ കയ്യിലുണ്ട്.
മാത്സിലൊക്കെ നമ്മൾ പുതിയായിരുന്നു. മാത്സ് ഒന്നും എനിക്ക് സപ്ലൈ വന്നിട്ടില്ല. വേറെ ഒരു സെമ്മിൽ എന്താ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മാത്സിന് ഒന്നിനും വന്നിട്ടില്ല കേട്ടോ, സപ്ലൈ വന്നിട്ടില്ല. എല്ലാം റെഗുലറി തന്നെ കിട്ടി. സാധാരണ എല്ലാവർക്കും പോകുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മാത്സ്. ബട്ട് എനിക്കത് കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗിൽ പോയ മിക്ക സബ്ജക്റ്റുകൾ ഈ തിയറി സബ്ജക്റ്റുകളാണ്. എനിക്ക് ഒന്നും പഠിക്കാത്ത, അധികം പഠിക്കാത്ത ആൾക്കാർക്ക് വരെ കിട്ടുമല്ലോ ചില സബ്ജക്ട്സ്. അത് എനിക്ക് പോവുകയാണ് ചെയ്തത്. എനിക്ക് ബാക്കി ഹാർഡായിട്ടുള്ള എല്ലാ സബ്ജക്റ്റും കിട്ടി. ഭയങ്കര എളുപ്പമുള്ള സബ്ജക്റ്റുകളും കൂടുതലും പോയി. ചിലതൊക്കെ പോയിട്ടുണ്ട്, ഹാർഡുള്ളതൊക്കെ ചിലത്. ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു, അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു കോഴ്സ് ബിടെക്കിൽ പഠിക്കാനുണ്ടായിരുന്നു. അത് എനിക്ക് സപ്ലൈ ആയിരുന്നു. അത് രണ്ടാമതും സപ്ലൈ ആയിരുന്നു തോന്നുന്നു. അതിൻ്റെ രണ്ട് തവണ സപ്ലൈ, മൂന്നാം തവണ എന്തോ എഴുതിയിട്ടുണ്ടാവും. അത് പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സ് അക്കാഡമിയിൽ ട്യൂഷന് പോയി. ഓ സൂപ്പാട് ഇളക്കി. സാറ് സൂപ്പറായിരുന്നു. സാറ് ഇതിലോട്ട് പഠിച്ചു. ഇങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് കുഴപ്പമില്ല, അത്രയ്ക്ക് സാറ് പഠിച്ചോണ്ടാണ് ജസ്റ്റ് ജയിച്ചത്. വലിയതായിട്ട് എന്നാലും മനസ്സിലായൊന്നുമില്ല അതെന്താണ്. ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. C++ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ നല്ല ഒരു ഉള്ള സ്ഥലമാണ്. അത്ര ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. സോ അപ്പം നമ്മൾ പഴകുറ്റി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിരിക്കുകയാണ്. ഈ റോഡിലോട്ടാണ് കാണിക്കുന്നത് മാപ്പ്. എന്തായാലും നമുക്ക് നോക്കാം. ഈ തിരിച്ചിട്ട പാറയിൽ ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എന്തോ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വരുവാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഒരു തവണ നമ്മൾ ഈ ഭാഗത്ത് ഒരു പാറയിൽ പോയി. അന്നത് ഹിഡനായിട്ട്, ഭയങ്കര ഹിഡനായിരുന്നു. ഇപ്പം ആൾക്കാർക്ക് ഇത് അറിയും. സോ ഇനി അതാണോ ഈ തിരിച്ചിട്ട പാറ എന്ന് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. എന്തായാലും ഇന്ന് ചെല്ലുമ്പോൾ മനസ്സിലാവും. കാരണം എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട് അവിടെയാണ്, ഫ്രണ്ട് ക്ലാസ്സിൽ. അങ്ങനെയാണ് അവിടെ പോയത് നമ്മൾ. അവൻ്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പോയത്. അവൻ്റെ ഇതിൽ കമ്പൈൻ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ടാണ് പോയത്. സോ അപ്പോഴാണ് ആ സ്ഥലത്ത് പോയത്. കമ്പൈൻ സ്റ്റഡി കഴിഞ്ഞ് നമ്മൾ പഠനം കഴിഞ്ഞ് വെള്ളം അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ പോയി കുളിച്ച്. അത് മഴ ടൈമായിരുന്നു. വലിയ പാറയും കൊച്ചു കൊച്ചു പാറകളും എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ അരുവി. ഒരു രക്ഷയില്ലാത്ത സൂത്തിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റും അടിപൊളി വെള്ളവും. സോ അങ്ങനെയുള്ള ഒരു സ്പോട്ടാണ് ഈ സ്പോട്ട്. ലൈറ്റ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ റോഡിന് വീതി കൂടുമായിരിക്കും. ലൈറ്റ് അടിച്ച് കാണിച്ചാൽ റോഡിന് വീതി കൂടുമായിരിക്കും. അല്ല എന്നാണ് അവൻ വിചാരിക്കണത്. എന്നാ സ്പോട്ടാണെന്ന് നോക്കിയാൽ നിങ്ങൾ. എനിക്ക് തോന്നുന്നു ആ മലയായിരിക്കും തിരിച്ചിട്ട പാറ. എനിക്ക് തോന്നുന്നു ആ മലയായിരിക്കും. ഇത് അങ്ങ് നേരെ ഒരു മല കാണുന്നുണ്ടോ, അതായിരിക്കും. ZBR ഈ വണ്ടിയൊന്നും ഇപ്പൊ കാണാനില്ല. നൈസ് വണ്ടിയാണ്. റെപ്സോൾ എഡീഷൻ. ഞാനൊക്കെ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഇറങ്ങിയ സാധനമാണ്. എൻ്റെ അമ്മോ, നിങ്ങൾ ഈ കാണില്ലേ, ഇതാണ് ആ സ്പോട്ട്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. എങ്ങനെ ഉണ്ട്. ഇതാണ് മക്കളെ സ്പോട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അരുവിയിലൊക്കെ പോയി, അവന്റെ വീടിന്റെ തൊട്ട് പിറകിൽ തന്നെയാണ് ഈ സംഭവം. അവിടെ പോയി കുളിച്ച് പൊളിയായിരുന്നു. പിന്നെ ലൈഫായിരുന്നു അറിയാം. അവന്റെ അവിടെ തന്നെയാണ് നമ്മളെപ്പോഴും പഠിക്കാൻ പോകണം. വിനയ എന്നാണ് അവന്റെ പേര്. അവന്റെ വീട്ടിൽ കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്യാമിന്റെ അവിടെ പോയിട്ട് കുറെ ഫുഡൊക്കെ കഴിച്ച് നടന്നിട്ടുണ്ട് അവന്റെ വീട്ടിൽ. അവന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ കഴിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഉറങ്ങുമായിരുന്നു. നമ്മൾ അവിടെ തന്നെ പോയിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അവിടെ ആയിരുന്നു സ്റ്റേ ഒക്കെ. ഫുൾ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പോകും. പരീക്ഷയ്ക്ക് രാവിലെ പോകണമെന്ന് അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. അവരൊക്കെ എന്ത് പോക്കറ്റാണ് കാണിക്കണത്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്ത് പറയണം. എല്ലാവർക്കും ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. ഓക്കെ, എല്ലാവരും ജീവിക്കണം. ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ജീവിച്ചിരിക്കുക. ബേസിക്കലി ജീവിച്ചിരുന്നാൽ മതി. അതാണ് ഒരാളുടെ ബേസിക് നീഡ്. അതിന് പുരോട്ടം വന്നു കഴിഞ്ഞാൽ ആരായാലും തെറി പിടിക്കും, പലതും പറയും. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വളയരുത്. കണ്ടോ പറഞ്ഞ കണ്ടോ ഇങ്ങനെയുണ്ട്. ഇതാണ് സ്പോട്ട്. നമ്മൾ സ്പോട്ടിലേക്ക് പോകുമ്പോൾ പോകണം കേട്ടോ. ഇവിടുന്ന് റൈറ്റാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് റൈറ്റിലേക്ക് പോകണം. പതിയെ ചേച്ചി, ഈ തിരിച്ചിട്ട പാറ എങ്ങോട്ടാ? ജംഗ്ഷനിൽ നിന്നല്ലേ? ശരി, താങ്ക്സ്. യെസ്. Wow, this is the place. ഇതാണ് മുത്തേ ആ പാറ. ഇതിലെങ്ങനെയാ പോണം? ഈ വഴിയാണ് പോണം കേട്ടോ. വാവ്, ഗ്രേറ്റ്. ഈ വഴിയായിരിക്കും അല്ലേ? ഇത് തന്നെ വഴി. ചോദിച്ചു നോക്കും. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഇതൊരു ചോദിച്ചു നോക്കുക. ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ലേ? എന്തൊരു കഷ്ടം ഇവിടെ. ഞാനിപ്പോ നോക്കിയാലേ മറ്റത് കാണിക്കണം. അങ്ങോട്ട് പോയിട്ട് വണ്ടി വെച്ചിട്ട് പോണ റൂട്ടാണ്. ഇതെന്റെ അമ്മ, ഇതൊന്നും കയറൂല. ആന്റി തിരിച്ചിട്ട പാറ പോണേ ഇങ്ങോട്ടോ.
ഈ വഴി തന്നെ വണ്ടി പോവൂ, നിങ്ങൾ ഇറങ്ങിക്കോ തന്നെ. വണ്ടി താഴെ വെക്കണമല്ലേ? മറ്റേ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ലേ? താഴെ കയറി പറഞ്ഞതിൻ്റെ അവിടെയാ, അവിടെ ഇരിക്കല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ തിരുച്ചിട്ടപ്പാറ ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. എപ്പിസോഡ് 2 നാളെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.